ഭക്ഷണം കഴിക്കലും മുറിയിലിരിക്കലും അല്ലാതെ വേറെ നിങ്ങൾക്ക് എന്താ ഒരു ജോലി? അങ്ങനെ പറയരുത് നിർമ്മലെ. ഒന്നുമില്ലെങ്കിലും നിന്നെയും നിന്റെ മോളെ ഞാൻ സഹിക്കുന്നില്ല. അത് തന്നെ ഒരു മനുഷ്യജന്മത്തിന് ധാരാളമല്ലേ? ആ അച്ഛനെ ഈ ബോഡിയൊക്കെ നന്നായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അച്ഛനും ജിമ്മിൽ പോയിക്കൂടെ? ജിമ്മോ? അയ്യോ ഉദേട്ടാ, ജിമ്മിലൊന്നും പോണ്ട. പക്ഷെ എക്സസൈസ് ചെയ്യണം. ഒരു കാര്യം ചെയ്, ഉദേട്ടൻ ഇന്ന് തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തോ. ഇന്ന് എക്സസൈസ് തുടങ്ങാൻ പറ്റിയ ദിവസം. അച്ഛൻ തുടങ്ങി. നിർത്ത്. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് എന്നെ നടുക്കൽ നിർത്തി എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ ഒരു അഭിപ്രായം പറയണ്ടേ? അതെ ഉദേട്ടാ, ഉദേട്ടനെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ശരീരം കൂടുന്ന മെച്ചപ്പെടുത്തിയാലുണ്ടല്ലോ ഈ സിനിമാ നടന്മാരുടെ ലുക്ക അല്ലേടി? പിന്നല്ല. അച്ഛൻ പോയിട്ട് എക്സസൈസ് ചെയ്യിച്ച ബോഡിയൊക്കെ നമുക്ക് ശരിയാക്കി. മാഡത്തെ കുറിച്ച് നവീൻ സാർ പറയുന്നത് എന്താണെന്നറിയോ? ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നാ. അത്രയ്ക്കാ ഓർമ്മ, അത്രയ്ക്ക് ഷാർപ്പല്ലേ? പിന്നല്ലാതെ. ഓർത്തിട്ട് കിട്ടിയോടോ? ഇല്ല. താൻ മുതിർന്നവരുടെ കാര്യം പറഞ്ഞില്ലേ? അവിടേക്ക് വരുന്ന മക്കളുടെ കാര്യം പറഞ്ഞു. പക്ഷേ ആ കൂട്ടത്തിൽ വരുന്ന കുട്ടികളുടെ കാര്യം പറയാനായിട്ട് താൻ വിട്ടുപോയി. അവരുടെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് താൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നില്ലേ? എന്തൊക്കെയായിരുന്നു? എനിക്കങ്ങോട്ടത് പൂർണ്ണമായിട്ട് ഓർമ്മയില്ല. പറയൂ മാഡം. നമ്മളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോ എല്ലാം കൂടെ ഓർത്തിരിക്കേണ്ടതല്ലേ? അത് നവീൻ, ഞാൻ പിന്നെ പറയാം. ഓക്കെ. മമ്മിയുടെ കയ്യിൽ നിന്ന് തന്നെ പെട്ടെന്ന് തട്ടിപ്പറിച്ചതിന്റെ നല്ല പരിഭവം തന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അതോ പെട്ടെന്ന് മമ്മിയെ പിരിഞ്ഞു പോകുന്നതിന്റെ ആണോ? എന്തായാലും കുഴപ്പമില്ല. അതൊക്കെ കളരിക്കൽ ചെല്ലുമ്പോ നമുക്ക് മാറ്റിയെടുക്കാം. മാഡത്തിന്റെ പരിഭവങ്ങൾ മാറ്റുന്ന കാര്യത്തിൽ എന്റെ സാറിനിപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എടോ മാണിക്കുഞ്ഞെ, മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചേ. വേണ്ട, ഞാനെല്ലാം കാണുന്നുണ്ട് സാറേ. ഹലോ മാഡം, നീ എവിടെയാ? ഞാൻ നവീന്റെ വീട്ടിലുണ്ട്. ഇതുവരെ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. അത് ഞാൻ അമ്മയുടെ അടുത്തൊന്ന് പോയതാ. ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നോട് എന്നെ വിളിച്ച് പറയാതെ ഒരു കാര്യം ചെയ്യാൻ പാടില്ലെന്ന്? എന്തൊക്കെയാ സംഭവിച്ചെന്ന് നിനക്കറിയോ? എന്താ മാഡം? ഞാനും ഗാന്ധിയും ഒന്നിച്ച് യാത്ര ചെയ്തോണ്ടിരുന്നപ്പോ പൂജയ്ക്ക് സമയമായെന്ന് പറഞ്ഞിട്ട് നവീൻ വന്നവളെ വിളിച്ചോണ്ട് പോയി. നവീനും ഗാന്ധിയും ഇപ്പൊ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. അയ്യോ മാഡം, അവരവിടെ വന്ന് കേറുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? നീ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളല്ലേ, അത് നീ തന്നെ പരിഹരിക്കണം. ഏതെങ്കിലും രീതിയിൽ ഇതാരെങ്കിലും അറിഞ്ഞ മറക്കണ്ട, ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. എത്രയും പെട്ടെന്ന് എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് വെച്ചാൽ ചെയ്യൂ. മാഡം, ഭഗവാനെ, ഞാനിനി എന്ത് ചെയ്യും? ഈശ്വര, എന്താ ചെയ്യേണ്ടെന്ന് ഒരെത്തും പിടിയില്ലല്ലോ. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എടി, ആരെങ്കിലും വരുന്നുണ്ടോ നോക്ക്. ആരും ഇല്ലമ്മ. ഇത് എന്തിനാ അമ്മ ഇപ്പൊ തിളപ്പിക്കുന്നെ? ഇന്നത്തെ നാഗപൂജയില് എന്തൊക്കെയോ ചില പ്രത്യേകതകളുണ്ട്. ഗാഥയുടെ തലയിലൂടെ മഞ്ഞള്, ഇളനീര്, പാല് എല്ലാം ഒഴിക്കണം. അവളുടെ തലയിൽ ഒഴിക്കാനുള്ള പാല ഞാൻ ഈ തിളപ്പിച്ചോണ്ടിരിക്കുന്നത്. അമ്മ എന്തേ പറയുന്നേ? പാലടുപ്പത്തുനിന്ന് ഇറക്കി വെച്ച തണുക്കൂലേ? തണുത്ത പാല് തലയെ കൂടെ ഒഴിച്ചാ അവക്ക് എന്ത് സംഭവിക്കാനാ? അതിനാരാടി ഇത് തണുപ്പിക്കാൻ പോന്നെ?
വെട്ടി തിളയ്ക്കും ഈ പാല്. അവളുടെ തലയിൽ ഒഴിക്കുന്നതിന് തൊട്ടു മുമ്പേ ഞാൻ നടുപ്പിന്ന് ഇറക്കും. ആ, എന്നിട്ട് അമ്മ കൊണ്ടുപോയി ഒഴിക്കോ? ആ അല്ല, അവളുടെ തലയിൽ ഒഴിക്കാൻ ആരാണോ തീരുമാനിച്ചിരിക്കുന്നത് അവര് തന്നെ ഒഴിക്കും. അതിനുള്ള സൂത്രങ്ങളൊക്കെ എനിക്കറിയാവടി മോളെ. ഇനി ഈ പാൽ അവളുടെ തലയിലും മുഖത്തൂടെയൊക്കെ ഒഴുകിയ നാളെ പൊള്ളി വീർത്ത ഒരു മാംസ കഷ്ണത്തിനെ നമുക്കിവിടെ കാണാം. ഒരു ഗാഥ അകത്തുണ്ട്, വേറൊരു ഗാഥ പുറത്ത്. ഇത് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ബഹളം വച്ചാൽ എനിക്ക് വട്ടാണെന്ന് പറഞ്ഞവരെല്ലാരും കൂടെ തട്ടിക്കളയും. രണ്ട് ഗാഥയെ ഒരുമിച്ച് പിടിക്കണം, എന്നിട്ട് വേറെ ആരോടെങ്കിലും പറയണം. കഥ പെട്ടെന്ന് അമ്മാവോ, ഇതെന്താ പരിപാടി? ഓ, ശരീരം പുഷ്ടിപ്പെടുത്തുമായിരിക്കും, എക്സസൈസ്. ആ, മേലൊന്നും അനങ്ങുന്നില്ലല്ലോ. നല്ലതാ, നടക്കട്ടെ നടക്കട്ടെ. അതേടാ, ഞാൻ മേലനങ്ങാതെ ഇരിക്കുക. പക്ഷെ ഇന്നു മുതല് ഞാൻ മേലനക്കാൻ തീരുമാനിച്ചു. നിന്റെയൊക്കെ കള്ളക്കളി ഇന്ന് ഞാൻ പൊളിക്കോടാ. ഉവ്വ ഉവ്വ, ശരി ആയിക്കോട്ടെ.